ഹായ് ഗൈസ്, നമ്മളെ ഫുൾ ടൈം ഗൺ പവർ മാത്രമല്ല നെയ്ഡ് സ്കിൽസും കൂടെ ഒന്ന് സെറ്റാക്കിയാൽ അടിപൊളിയായിരിക്കും. സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണാൻ പോകുന്നത്. നെയ്ഡ് ഇട്ടിട്ട് എനിമീസിനെ കുറച്ച് നമ്മൾ അടിച്ച് വൈപ്പാക്കുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ടീമിനെ നമ്മൾ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ നമ്മൾ വിചാരിച്ചു ആ ഒരു സെയിം ടീം തന്നെയാണ്. സോ ഡയറക്റ്റ് സ്ലാം ചെയ്യുന്ന ടൈമിലാണ് മനസ്സിലായത് ഇത് വേറെ ടീമാണെന്നുള്ളത്. സോ അവർ നേരിട്ടിട്ട് വൈപ്പാക്കുന്നുണ്ട്. സോ ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ എൻ്റെ അടുത്തൊരു വീഡിയോയും അതേപോലെ തന്നെ ഒരു 1v4 ക്ലച്ചാണ്. സോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഗൈസ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോയിൽ കാണാം. അങ്ങനെ ആ ഒരു ടീമിനെ വൈപ്പാക്കിയിട്ട് ഞങ്ങൾ നേരെ വന്ന ടൈമിൽ ഒരു ടീമിനെ ചേസാക്കി വന്നതായിരുന്നു. ഇവൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കിട്ടാൻ വന്നത്. സോ അവിടെ ഒരു 10 പേരുണ്ട്. സോ 2 ടീമിനെ നടുക്കൊണ്ടായിട്ടാണ് ആ ഒരു ടീം ഞങ്ങളിട്ടിട്ട് അവരെ വേറെ സൈഡിലേക്ക് പോവുകയും ചെയ്തു. സോ ഇവിടെ ഉള്ളൊരു ഫൈറ്റാണ്. ഈ ഒരു ഫൈറ്റ് കണ്ടു നോക്കുക. അതേപോലെ തന്നെ മൾട്ടിപ്പിളായിട്ട് ടീം വരുമ്പോൾ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിധം കൂടെ കാണുക. അതേപോലെ വീഡിയോ കണ്ടതിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം. സോ അവിടെ നോക്ക് ഇടുന്നുണ്ട്, പക്ഷെ പോയേക്കും അടുത്ത ടീം പുഷാക്കുന്നുണ്ട്. ബാക്കിയാണ് സോ ആ ഒരു പ്ലേയേഴ്സിനെ അടിച്ചു, 2 ആളെ ഫിനിഷാക്കി. ബാക്കി വേറെ അടുത്ത ടീമിനെ പുഷാക്കുകയാണ് ചെയ്യുന്നത്. സോ അവരെ സ്പോട്ട് ചെയ്ത് അവർ 2 ടാഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പുതിയ ഇവൻറ്റിൻ്റെ ഒരു പറക്കുന്ന സംഭവം ഉണ്ടായത് നല്ല ഹെൽപ്ഫുള്ളാണ്. സോ ഡയറക്റ്റ് പുഷാക്കുകയാണ് ചെയ്യുന്നത്. സോ ബാക്കി വീഡിയോയിൽ കാണാം. നെയ്ഡ് മാറി. സോ ഈ ഒരു സിറ്റുവേഷനിലാണ് അടുത്തൊരു നെയ്ഡിങ്ങിൻ്റെ ഒരു ഉപയോഗം നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഞാൻ അവിടെ എനിമിനെ സ്പോട്ട് ചെയ്തു. സോ ആദ്യം ജസ്റ്റ് ഒന്ന് പ്രീ ഫയർ ചെയ്തു എനിമി അവിടുന്ന് വീണ്ടും അടിക്കാണ്ടൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു നെയ്ഡ് പിൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയാണ് സോ ആ ഒരു പ്ലെയറും കൂടെ ആ നെയ്ഡിൽ വീണു. സോ ഞങ്ങൾ ഡയറക്റ്റ് പുഷാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലുള്ളൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് മാത്രമല്ല നെയ്ഡ് അറിയാം. സോ എനിമീസും ആ ഒരു നെയ്ഡിങ് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് കാണുന്ന ഒരു സിറ്റുവേഷനാണിത്. സോ ആ ഒരു ലാസ്റ്റ് പ്ലെയറാണ് അവിടെ ഉള്ളത്. സോ ആ ഒരു പ്ലെയർ എന്ത് ചെയ്യണേ, ഞങ്ങൾ ഇവനെ അടിച്ച് ഫിനിഷ് ആക്കിയതിൻ്റെ ശേഷം ഡയറക്റ്റ് പുഷാക്കിയിട്ട് അവൻ പക്ക ഒരു നെയ്ഡ് കുക്ക് ചെയ്ത് പിടിച്ച സൗണ്ട് ഞാൻ കേട്ടു. സോ ഞാൻ കയറി സൈഡിലായിട്ട് നിന്നു, നെയ്ഡ് കിട്ടാത്തൊരു ഭാഗത്ത്. എന്നാലും DBS അഡ്വാൻറ്റേജ് കൂട്ടാണ്ട് ഷോട്ട് കണ്ടെത്തു. അതിൻ്റെ ഇടയിൽ ടീംമേറ്റ്സ് നേരെ കയറി പോകുന്നുണ്ട്. ബാക്കിയാണ്